Hi friends, welcome to Competitive Cracker. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് HSI മാത്സ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുന്നത്. അവർക്കൊക്കെ ഇതെങ്ങനെ പഠിച്ചു തുടങ്ങണം, എങ്ങനെയാണ് പഠിക്കേണ്ട ഓർഡർ എന്താണ്, എങ്ങനെ പഠിച്ചാൽ എന്താണ് ഗുണം, ഇവയൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് ഇന്ന് HSI ഡെസ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ മൗസമി മിസ്സാണ്. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഓക്കെ, അപ്പം ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥി കൂടിയാണ്. ഇപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ടീച്ചറിന് നിങ്ങളോട് പ്രധാനമായും പറഞ്ഞു തരാനുള്ളത്, ടീച്ചർ എങ്ങനെ ഇത് പഠിച്ചു തുടങ്ങണം? ടോട്ടൽ നമുക്ക് 8 മൊഡ്യൂളാണുള്ളതും. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് മൊഡ്യൂൾ 1 ആണ്. കാരണം നമുക്ക് ബേസ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 വന്നിരിക്കുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ആണ്. സെറ്റ് തിയറി, അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ജോമെട്രി 8th 9th 10th സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ +1 സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രി, അങ്ങനെയുള്ള ടോപ്പിക്സുകളാണ് നമുക്ക് അതിലായിട്ട് വരുന്നത്. അപ്പം ടീച്ചർ പറയുന്നത് ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് മൊഡ്യൂൾ 1 നിന്ന് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് തുടങ്ങാം. കാരണം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ +1 +2 ഒക്കെ ഈ ചാപ്റ്റേഴ്സ് വരുന്നുണ്ടല്ലേ? ഏത് ചാപ്റ്റർ ഏതാണെന്ന് പറയാമോ? അവിടുത്തെ ഗണങ്ങള്, റിലേഷൻസ് ആൻഡ് അത് ഒന്നാമത്തെ യൂണിറ്റ് ആണോ? ഒന്നാമത്തെ യൂണിറ്റ് ആണ്. +1 ആണോ +2 ആണോ? +1 ഗണങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റ്. നിങ്ങൾ ഈ മലയാളത്തിൽ അവിടെ പേര്, എനിക്ക് മലയാളം അറിയില്ല, മലയാളം എങ്ങനെ പഠിക്കും എന്നൊക്കെ പറയുന്നവരോട് പറയുന്നത്, നിങ്ങൾ 5 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCRT ബുക്ക്, മാത്സിൻ്റെ ബുക്കുകൾ കാണണം. അതെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻസ് വലിയ ഡെപ്തിലുണ്ടായിട്ടില്ല എങ്കിലും പേരുകൾ മനസ്സിലാക്കാൻ, അല്ലേ? മലയാളത്തിലുള്ള പേരുകൾ, അങ്ങനെ ഈ ഗ്രാഫൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ പദങ്ങളൊക്കെ നമ്മുടെ ഈ പാഠപുസ്തകങ്ങളിൽ തന്നിട്ടുണ്ടാവും. ഇപ്പം CCയിൽ നമ്മൾ അതേ രീതിയിൽ 5 തൊട്ട് 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ നോക്കി അതിലെ പദങ്ങൾ എഴുതിയെടുത്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. ഇനി അങ്ങനെ അല്ലാതെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ പ്രധാനമായിട്ട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ടീച്ചറെ ഈ മോഡ്യൂൾ പഠിക്കാനായിട്ട് എത്ര സമയം വേണം? നമുക്കൊരു 2 ആഴ്ചയോളം വേണ്ടി വരും. തുടക്കക്കാർക്കാണെങ്കിൽ ഒരു 2 ആഴ്ച, നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ +1 +2 പഠിപ്പിക്കുന്നവരാണെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ, വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ നമുക്കിത് കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഫ്രഷേഴ്സിന് പോലും ഒരു 15 ദിവസത്തിനുള്ളിൽ പറ്റും. കാരണം നമ്മൾ BSc മാത്സ് കഴിഞ്ഞ ആൾക്കാരാണ്, അല്ലേ? അല്ലെങ്കിൽ ആ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഉദ്യോഗാർത്ഥിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 15 ദിവസത്തിൽ കൂടുതൽ ആ ഒരു ചാപ്റ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാവില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. സെക്കൻഡ് മോഡ്യൂൾ ഏതായിരിക്കും? മൊഡ്യൂൾ 6 ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിലാണെങ്കിൽ നമുക്ക് റോ ഡാറ്റ, അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇത് വളരെ സിമ്പിൾ ടോപ്പിക്കുമാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. വലിയ കാൽക്കുലേഷൻ ഒന്നും ഉണ്ടാവില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ഒപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നമുക്ക്. മോഡ്യൂൾ 6ലേക്ക് പോകണം. മോഡ്യൂൾ 6ൽ ബാക്കി കുറച്ച് പോർഷൻസ് കുറച്ച് പ്രയാസമാണോ? ഇല്ല മിസ്സേ, പ്രോബബിലിറ്റി ആണ് പിന്നെ വരുന്നത്. പ്രോബബിലിറ്റി നമ്മൾ +2 പഠിക്കുന്നതാണ്. അപ് ടു ബേസ് തിയറം വരെ നമ്മൾ +2 പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. ഇനി അപ്പൊ അവിടെ ഒരു ഉദ്യോഗാർത്ഥിയുടെ സംശയമാണ്, +1 +2 അല്ലെങ്കിൽ സ്കൂൾ ടോപ്പിക്ക് മാത്രമാണോ ഒരു ഉദ്യോഗാർത്ഥി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇല്ല, ഡിഗ്രി നമ്മൾ ഡിഗ്രി മെയിൻ മാത്സ് പഠിച്ചവരാണ്. അപ്പൊ നമ്മൾ ഡിഗ്രി ടോപ്പിക്കും കൂടി കവർ ചെയ്യണം. ഡിഗ്രി ടോപ്പിക്ക് കവർ ചെയ്യണം. ബേസ് ക്ലിയർ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഈ പാഠപുസ്തകങ്ങളും +2 പാഠപുസ്തകങ്ങളും ഉപകാരപ്രദമാകുന്നത്. ഹയർ നിങ്ങൾ എന്തായിരിക്കണം, തീർച്ചയായിട്ടും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിക്കണം. കാരണം കാണുക എന്നുള്ളത് മാത്രമല്ലല്ലോ, വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് മാത്സിന്റെ കേസിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ടീച്ചറൊക്കെ ഇപ്പോൾ ഈ ഡിഗ്രിക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപികയാണ്. എന്നിരുന്നാലും ടീച്ചർ ഈ HSI പ്രിപ്പറേഷന്റെ സമയത്ത് ചെയ്തു നോക്കുമോ? ചെയ്തു നോക്കാറുണ്ട്. ക്ലാസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇതിന് വേണ്ടിയിട്ടാണോ കൂടുതലും വരാറുള്ളത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. പ്രത്യേകിച്ച് മാത്സ് നമ്മൾ പഠിപ്പിക്കുവാണെങ്കിൽ തന്നെ ഒത്തിരി നാൾ ഒരു പേപ്പർ പഠിപ്പിച്ചിരുന്നാൽ തന്നെയും നമ്മളൊരു ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മൾ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ മാത്സിന്. പിന്നെ എനിക്ക് തോന്നുന്നു ടീച്ചറെ, അവിടെ ഈ നമ്മൾ ഡിഗ്രി തലത്തിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴേ അത് പരീക്ഷയ്ക്ക് ഡിഗ്രിയുടെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഉണ്ടാവില്ല, യൂണിവേഴ്സിറ്റിക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും. പക്ഷെ PSC പാറ്റേൺ കുറച്ചുകൂടെ വ്യത്യാസമല്ലേ? തീർച്ചയായും.
അവിടെയാണ് എനിക്ക് തോന്നുന്നു വ്യത്യാസം ഉണ്ടാകുന്നത്. നിങ്ങൾ പലരും ടീച്ചേഴ്സ് ഉണ്ടാകും, അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് ആ പാഠം അറിയാം അതുകൊണ്ട് ഞാൻ ചെയ്തു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നല്ല. PSCയുടെ പാറ്റേൺ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ ടൈമിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പ്രോബ്ലംസ് കാണുകയും പരിശീലിക്കുകയും ചെയ്യുക, അല്ലേ? അതെ അതെ, പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഏതിലേക്ക് പോകണമെന്ന് ടീച്ചർ പറഞ്ഞു തരൂ. മെട്രീസസിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. കാരണം +2 മെട്രീസസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അല്ല, സെക്കൻഡ് ചാപ്റ്റർ ആണ്. മെട്രീസസ് ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞവരായിരിക്കും. അപ്പൊ അത് സിമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതാവുക. പക്ഷെ മെട്രിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരുപാട് സമയം എടുക്കാറുണ്ട്, അല്ലേ? അതിനെ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യാൻ പറ്റുക? അത് ഡിറ്റർമിനന്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഒക്കെ ചെയ്യുമ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. പക്ഷെ നമുക്കിപ്പോൾ പുതിയ പുതിയ മെത്തേഡുകളുണ്ട്, ഷോർട്ട് കട്ടുകളുണ്ട്. അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു ഉദ്യോഗാർത്ഥി അവിടെ ആലോചിക്കേണ്ടത് 1.5 മണിക്കൂറാണ് PSC സമയം എന്ന് പറയുന്നത്. ആ ടൈമിനെ സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകൾ മെട്രിക്സിലൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ഓപ്ഷൻ നമ്മൾ ഏത് ചാപ്റ്റർ കൊടുക്കുന്നത്? കാൽക്കുലസ് ആണ്. നമ്മൾ +2 ലിമിറ്റ്സ്, +1 തുടങ്ങി നമ്മൾ പഠിക്കുന്നുണ്ട്. ലിമിറ്റ്സ് പഠിക്കുന്നുണ്ട്, കണ്ടിന്യൂറ്റി എന്താണെന്ന് പഠിക്കുന്നുണ്ട്. +2 നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹയർ ലെവൽ വരും. അത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ടൈലേഴ്സ് തിയറം, മക്ലൂറിയൻ സീരീസ്, പിന്നെ അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ഇതെല്ലാം നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തുകൊണ്ട് വരണം. +1 +2 ഒരു ബേസ്, നമുക്ക് ലിമിറ്റ്സ് എന്താണ്, ഡെറിവേറ്റീവ്സ് എന്താണ് എന്ന് കോൺസെപ്റ്റ് അറിയാവുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് തീർച്ചയായും ഈ ഒരു നമ്മുടെ മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ 3 ആണ് പറയുന്നത്, അല്ലെ? മോഡ്യൂൾ 3 4ാമത്തെ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. 4ാമത്തെ മോഡ്യൂൾ ഏതായിരിക്കും പറയുന്നത്? 4ാമത്തെ മോഡ്യൂൾ നമ്മളുടെ മോഡ്യൂൾ 8 ലാസ്റ്റ് ചാപ്റ്ററിലെ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. കാരണം നമുക്ക് അവിടെ ഒത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്നില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാകും. തിയറി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. അവിടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത് എത്ര മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരാൻ പറ്റും? ഇത് നമുക്ക് ഒരു 10 ഡേയ്സിനുള്ളിൽ നമുക്ക് പഠിച്ചു തീരാവുന്നുള്ളൂ. ജസ്റ്റ് തിയറി പോർഷൻസ് ആണ്. 10 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 8 അല്ലേ? 8th മോഡ്യൂൾ 4ാമത്തതിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 10 ദിവസം 15 ദിവസത്തിനുള്ളിൽ നമ്മളത് കവർ ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. തിയറി പേപ്പർ വായിച്ചാൽ മതി. ഇത്രയാണ് എന്റെ കൺക്ലൂഷൻ ടീച്ചർ പറഞ്ഞത്. കഴിഞ്ഞ തവണകളൊക്കെ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ മോഡ്യൂളിൽ? ഇല്ലായിരുന്നു. ഇനി അടുത്ത പ്രിഫറൻസ്, 5ാമത്തെ പ്രിഫറൻസ് ഏത് മോഡ്യൂളിന് കൊടുക്കും? കാൽക്കുലസിനാണ്. കാരണം നമ്മൾ ഓൾറെഡി +1 പഠിക്കുന്നുണ്ട്. ലിമിറ്റ്സ് എന്താണ്, കണ്ടിന്യൂറ്റി എന്താണെന്നെല്ലാം നമ്മൾ +1 പഠിക്കുന്നതാണ്. +2 അതിന്റെ കണ്ടിന്യൂവേഷൻ, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇതെല്ലാം നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. അതിന്റെ തന്നെ കുറച്ചൊരു ഹയർ ലെവലിലാണ് വരുന്നത് മോഡ്യൂൾ 3. അത് നമ്മൾ 5ാമതായിട്ടാണ് പഠിക്കേണ്ടത്. എന്നാലും ഇതിനകത്ത് ഏറ്റവും പ്രയാസമുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ടീച്ചർ പറയും? കൂടുതൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത് ഇന്റഗ്രേഷന്റെ പാർട്ടായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് വരിക. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ, ഏരിയ, വോളിയം, ഇതൊക്കെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി +2 ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഹയർ ലെവല് വരുന്നതാണ്. ഡിഗ്രിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഡിഗ്രി ചെയ്യുമ്പോൾ ഇവിടെ ഈ ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് ഫോർമുലയുണ്ട്. അതെങ്ങനെയാ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ടീച്ചർ എങ്ങനെയാണ് അത് കൊടുക്കാറുള്ളത്? എല്ലാ ഫോർമുലയും, ഇപ്പം ഡിഫറൻസിയേഷൻ്റെതാണെങ്കിൽ എല്ലാ ഫോർമുലയും നമ്മൾ ഒരുമിച്ച് എഴുതുക. ആക്ച്വലി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. അപ്പം കുറെ ഫോർമുല നമുക്ക് ഡിഫറൻസിയേഷൻ പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇന്റഗ്രേഷൻ നമുക്ക് ഫോർമുല കിട്ടും. പിന്നെ ചില ഫോർമുല ഡിഫറെൻ്റ് ആണ്. പിന്നെ കുറച്ച് റൂൾസ് ഉണ്ട്, പ്രോഡക്റ്റ് റൂള്, അങ്ങനെ കുറച്ച് റൂൾ ഉണ്ട് ഇന്റഗ്രേഷനിൽ. അതൊക്കെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് സ്റ്റഡി ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ബേസിക് നോളജ്, ഇതൊക്കെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ അവിടെ എനിക്ക് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഈ മോഡ്യൂൾ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാ മോഡ്യൂൾസിനും വരാറുള്ളത്, അല്ലേ? ഇനി അടുത്തത് 5 കഴിഞ്ഞ 6ാമത്തെ പ്രിഫറൻസിൽ ടീച്ചർ പറയുന്ന മോഡ്യൂള്
വെക്ടർ ഓൾജിബ്രയാണ്. അത് നമ്മളുടെ മൊഡ്യൂൾ 5-ലാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 8-10 മാർക്കോളം ആ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ വരാറുണ്ട് സാധാരണ. വളരെ വലിയ മൊഡ്യൂളാണോ ഇത്? ആക്ച്വലി നമുക്കൊരു 8 മാർക്കോളം വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്നത് നമ്മൾ +2-ൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ആ ഒരു ബേസ് ഏത് ചാപ്റ്ററാണ് പ്ലസ് 10 ആണ്. ബീജഗണിതങ്ങളാ? വെക്ടർ ബീജഗണിതം, സദിശ ബീജഗണിതം അങ്ങനെ വരുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഡോട്ട് പ്രോഡക്റ്റ്, വെക്ടർ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ്, എന്താണ് ക്രോസ് പ്രോഡക്റ്റ്, സ്കെയിലർ, ട്രിപ്പിൾ പ്രോഡക്റ്റ്, അത്രയും വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ടീച്ചറെ, ഈ പാഠഭാഗത്തിൽ തിയറി ഇമ്പോർട്ടന്റ് ആണോ? തിയറി അറിഞ്ഞെങ്കിൽ മാത്രമേ, തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെക്ടർ എന്താണെന്ന് അറിയണം, ഡോട്ട് പ്രോഡക്റ്റ്, ആ ഒരു ബേസിക് തിയറി. അല്ലാണ്ട് നമ്മൾ തിയറം പ്രൂഫ് നമ്മളിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് നമ്മൾ അറിയണം. അതായത് ചിലപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ വെക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണമെങ്കിൽ ആ ബേസിക് തിയറം പോർഷൻ ഒന്ന് നോക്കിയിട്ടിരിക്കുക. ഇനിയും ഈ മോഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗങ്ങൾ, അതിൽ വരുന്ന ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, സ്കെയിലർ, ട്രിപ്പിൾ പ്രോഡക്റ്റ്, ഇപ്പം ഏരിയ ഓഫ് എ പാരലലോഗ്രാം, ഡയഗണൽസ് ആർ ഗിവൺ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ കേൾ എന്താണ്, ഡൈവർജൻസ് എന്താണ്, ഒരു വെക്ടർ R തന്നിട്ട് അതിന്റെ കേൾ കണ്ടുപിടിക്കാൻ, കേൾ ഓഫ് വെക്ടർ R അതെന്താണ്, ഡൈവർജൻസ് ഓഫ് വെക്ടർ R എന്താണ്, സോളിനോയിഡൽ വെക്ടർ, ഇറോട്ടേഷണൽ വെക്ടർ, ഇങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആ സെക്ഷനിൽ നിന്ന് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നോക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ആ പ്രോബ്ലത്തിൽ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങളുടെ പഠനത്തിലെ സ്ട്രാറ്റജിയിൽ. ഇനി 7ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്, 7ാമത്തെ പ്രിഫറൻസ് ഏതിലേക്കാണ് കൊടുക്കുന്നത്? 7ാമത്തെ നമുക്ക് വരുന്നത് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് ഹയർ ലെവൽ ടോപ്പിക്സ് ആണ്. PDF, പിന്നെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്സുകളാണ് ഉള്ളത്. ഇത് അത്യാവശ്യം പ്രയാസമാണല്ലേ? 6 കഴിയുമ്പോൾ 2 ചാപ്റ്റേഴ്സും അല്ലേ? ഈ 2 ചാപ്റ്റേഴ്സും അത്യാവശ്യം പ്രയാസമായിട്ടാണ് ഉള്ളത്. അപ്പം ഇവിടെ ഏറ്റവും കുഴപ്പിക്കുന്ന ഏരിയ എന്തായിരിക്കും പഠിക്കാനായിട്ട്? ഇതിന് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുമോ? ഉണ്ട്. കാരണം നമ്മൾ പ്ലസ് ടു അല്ല, ഡിഗ്രിക്ക് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ, സബായിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നതാണ്, ഫുള്ള് കവർ ചെയ്യുന്നതാണ്. അപ്പം മോഡ്യൂൾ 7th പറയുന്നത് മോഡ്യൂളും, ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കാം, പ്രയാസമുള്ള ഒരു മോഡ്യൂളാണ്. എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് മൊഡ്യൂൾ 4-ലെ റിയൽ അനാലിസിസ്, അതുപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസ്, ഇതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറച്ച് പ്രയാസകരമായിട്ട് തോന്നുന്നത്. അത് പക്ഷെ വലിയ പ്രയാസമൊന്നുമില്ല. ബേസിക് കോൺസെപ്റ്റ് നമുക്കറിയാമെങ്കിൽ, ആദ്യം ഈ ഒരു റിയൽ അനാലിസിസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ +1-ലെ സീക്വൻസ് ആൻഡ് സീരീസ് അവിടെ നിന്ന് തുടങ്ങും. ആക്ച്വലി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അത് നമ്മൾ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ +1-ലെ ശരിക്കും അനുസരിച്ച് വായിക്കുക. അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റിയൽ അനാലിസിസ് നമുക്ക് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് ചാപ്റ്ററിന്റെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഓർഡറിൽ പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓർഡറിൽ പഠിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ചെറുതും വലുതുമായി ഇതിനെ മിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇനിയും അടുത്ത ഏറ്റവും വലിയ കടമ്പ എന്താണ്? ഇതൊന്നും കേട്ടോണ്ടിരിക്കാനുള്ളതല്ല, സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പഠനത്തിൽ ഇന്നേ ഈ ഒരു മൊമെൻറ്റ് തൊട്ട് തുടങ്ങുക. എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നിയമനം കുറവാണോ, ഞാൻ പഠിച്ചാൽ ശരിയാകുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. നന്നായി പഠിക്കുക. ഇതിനോടൊപ്പം തന്നെ പാർട്ട് എയിലുള്ള പോർഷൻസും ഇൻക്ലൂഡ് ചെയ്യാൻ ഏറ്റവും പ്രധാനമാണ്. ഇനിയും പഠനം CCയോടൊപ്പമാണ് എങ്കിൽ എന്താണ് ഗുണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ റാങ്കുകാരെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ്. തീർച്ചയായിട്ടും ഈ മോഡ്യൂൾ വൈസുള്ള എല്ലാ ക്ലാസ്സുകളും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും അതുമായി ബന്ധപ്പെട്ട എക്സസൈസും ഒക്കെ CCയിലൂടെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ.
കൂടുതൽ ഞങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടതും ഒക്കെയുള്ള വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ ഒന്ന് കണക്ട് ചെയ്യുക. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെയുണ്ട്. വേഗം പഠിച്ചോളൂ, നമുക്ക് നേടാം HSI എന്ന സ്വപ്നം.